ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഒന്നാമതായി മനുഷ്യന്റെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നാം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശാന്തസുന്ദരമായിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം, എന്തുകൊണ്ടും മനോഹരമായിരിക്കുന്ന നമ്പർ 1 ആയിരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളം ഇന്ന് മദ്യരാജാക്കന്മാരുടെ പിടിയിൽ, ലഹരി മാഫിയകളുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സാഹോദര്യ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐക്യതയോടെ കഴിഞ്ഞിരുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് കൊലപാതകങ്ങളും ആത്മഹത്യകളും പീഡനങ്ങളും കൊണ്ട് മനുഷ്യ ജീവിതത്തിലെ സമാധാനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിലെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ: ലഹരിയുടെ ഉപയോഗത്തിന്റെ അളവ് അത് വർദ്ധിച്ചിരിക്കുകയാണ്. എവിടെ ഒരു കുറ്റകൃത്യം നടന്നാലും, എവിടെ ഒരു കൊലപാതകം നടന്നാലും, എവിടെ ഒരു പീഡനം നടന്നാലും, എവിടെ ഒരു ആത്മഹത്യ നടന്നാലും അവസാനം അതിന് വിധിയെഴുതും: കൊല ചെയ്തവൻ മദ്യലഹരിയിലായിരുന്നു, ആത്മഹത്യ ചെയ്യുമ്പോൾ അവൻ ലഹരിക്കടിമയായിരുന്നു, അവൻ പീഡിപ്പിക്കുമ്പോൾ ലഹരിയുടെ അടിമത്തത്തിലായിരുന്നു. ഈ തലമുറയ്ക്കൊരു മോചനം ആവശ്യമാണ്. ആ മുദ്രയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ ചാർത്തപ്പെട്ട മുദ്രയ്ക്ക് അതിൽ നിന്നൊരു വിടുതൽ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോചനം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അതിന് നിങ്ങൾ എന്തിന് സുവിശേഷം പറയുന്നു എന്ന് ചോദിച്ചാൽ അതാണ് സുവിശേഷത്തിന്റെ പ്രസക്തി അവിടെ വെളിപ്പെട്ടു വരുന്നത്. അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ അനേകമായിരിക്കുന്ന ഡീഅഡിക്ഷൻ സെന്ററുകളുണ്ട്. ഇന്ന് ഒരുപാട് മദ്യപന്മാരെ കൊണ്ടുവന്ന് ഡീഅഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ട് തള്ളുകയാണ്. ഇന്ന് ഈ ഡീഅഡിക്ഷൻ സെന്ററുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയും രക്ഷയില്ല. അവിടെ കടന്നു വരുന്ന, അല്ലെങ്കിൽ